ഹായ്, നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നന്ദുക്കുട്ടിയുടെ കുഞ്ഞിനെ നൈനൂട്ടൻ്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഡിസംബർ മാസത്തിലായിരുന്നു. കുഞ്ഞുവാവയുടെ 1ാം പിറന്നാളായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഒത്തിരി കേമായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല, അതിനുള്ള സാഹചര്യമായിരുന്നില്ല. നമ്മൾ ചെറിയ രീതിയിലാണ് ആഘോഷിച്ചത്. ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. നന്ദുക്കുട്ടിയുടെ വല്യമ്മച്ചിയും ചിറ്റയും അപ്പച്ചിയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതേ കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ നന്ദുകുട്ടിയുടെ വായിലും വെച്ച് കൊടുത്തു, കുഞ്ഞാവയുടെ വായിലും വെച്ച് കൊടുത്തു. നൈനൂട്ടൻ ആദ്യമായിട്ടാണ് കേക്കൊക്കെ തിന്നുന്നത്. അവനൊത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു, നുണയുന്നുണ്ട്. പിന്നെ ചേച്ചിക്കുട്ടിയുടെ കുഞ്ഞാവയ്ക്കും ഒക്കെ കേക്ക് വെച്ച് കൊടുത്തു. പിന്നെ എല്ലാവർക്കും മുറിക്കാനായിട്ട് അവർക്കൊക്കെ മധുരം കൊടുക്കുന്നല്ലോ. അച്ചച്ചയ്ക്കും അച്ചമ്മയ്ക്കും ഒക്കെ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ചെല്ലുകയാണ്. അങ്ങനെ എല്ലാവർക്കും മധുരം കൊടുക്കുകയാണ്. അച്ചച്ചയ്ക്ക് വായിൽ വെച്ച് കൊടുത്തു. പിന്നെ അവളുടെ അമ്മമ്മയാണ്, അമ്മമ്മയ്ക്കും വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും അവൾ കേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഓർമ്മ വെച്ച് അവർക്ക് ഓർമ്മ നിൽക്കുന്ന കാലത്ത് ആഘോഷിക്കുന്നതായിരിക്കും എപ്പോഴും നല്ല, അല്ലേ? അല്ലാണ്ട് കുഞ്ഞു പ്രായത്തിൽ 1-2 വയസ്സുള്ളപ്പോൾ ആഘോഷിച്ചത് അവർ വല്ല ഓർത്തിരിക്കുമോ? വലുതാകുമ്പോഴേക്കും അവരുടെ മനസ്സിൽ എൻ്റെ ബർത്ത്ഡേ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എല്ലാവരും ആഘോഷിക്കുന്നുണ്ടല്ലോ, ഓർത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമൊക്കെ അവർക്കുണ്ടാവുള്ളൂ. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും അവരുടെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണേ. കാരണം കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഇതേ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും വെച്ച് കൊടുത്തു. പിന്നെ ഇതേ ഒരു ഫോട്ടോ സെഷനാണ്. ഇപ്പോൾ ഇതൊക്കെ കാണിച്ച് വേണം നമുക്ക് നിൻ്റെയൊക്കെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിരുന്നു എന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തു. എല്ലാവരും മാറി മാറി ഫോട്ടോയൊക്കെ എടുത്തു. ഇനി നമുക്ക് ഫുഡിങ്ങിൻ്റെ പരിപാടിയാണ്. ഫുഡ് നമ്മൾ കുറച്ച് വരുത്തി, കാരണം കുഞ്ഞുവാവയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പാടുപെടേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വരുത്തിച്ചു. പിന്നെ അപ്പവും താറാവും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി. താറാവ് റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ താറാവ് റോസ്റ്റിൻ്റെ വീഡിയോ പോയി കാണണം കേട്ടോ. അതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അങ്ങനെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കേക്ക് ഈ മധുരം കഴിക്കാൻ അവിടെ ആഗ്രഹമുള്ളവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഷുഗറുകാരൊക്കെ ആയതുകൊണ്ട് ഒത്തിരി കേക്കിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ കഴിച്ചു. ഏറെ കേക്ക് മിച്ചമൊക്കെ വന്നു കേട്ടോ. നന്ദൂട്ടി അപ്പോൾ കേക്ക് എടുത്തിട്ടപ്പോൾ വെല്ലുമ്മച്ചി അങ്ങനെ കഴിക്കാതെന്ന് പറഞ്ഞ് വഴക്കിടുക. അത് കഴിഞ്ഞ് കേക്ക് ഞാൻ മുറിക്കുകയാണ്. അപ്പോൾ വെല്ലുമ്മച്ചി വന്ന് പറയും, അങ്ങനെയല്ല കണ്ടിക്കേണ്ടത്, നേരെ കണ്ടിച്ച് ചെറുതാക്കി കണ്ടിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞു തരുവാണ് കേട്ടോ. പിന്നെ ഞാനത് ചെറുതാക്കി കണ്ടിച്ചു. എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും മാറി മാറി നന്ദൂട്ടിയുടെയും കുഞ്ഞാവയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാട്ടോ. ഇത് നന്ദൂട്ടിയുടെ അപ്പച്ചിയും അപ്പച്ചിയച്ഛനും ചേച്ചിക്കുട്ടിയാണ് നന്ദുക്കുട്ടിയുടെ പ്രിയപ്പെട്ട ആൾ. ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ചേച്ചിക്കുട്ടി. പിന്നെ ചേച്ചിക്കുട്ടിയുടെ കുഞ്ഞാവയാണ്. 2 കുഞ്ഞാവന്മാരും അടുത്തടുത്താണ് ഉണ്ടായത്. അടുത്ത ആളുടെ ബർത്ത്ഡേ വരുന്നതേ ഉള്ളൂ. ഇത് നന്ദൂട്ടിയുടെ വല്യച്ഛനും വല്യമ്മച്ചിയും ചേട്ടായിയാണ്. അങ്ങനെ എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഇനി നമ്മൾ ഫുഡിങ്ങിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ കേക്കൊക്കെ മുറിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഫുഡാണ്. മീൻകറി ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, തോരൻ, അച്ചാറ്, ചള്ളാസ്, പിന്നെ അവിയലുണ്ടായിരുന്നു. അത് താറാവ് മപ്പാസാണ്. ഇതെല്ലാം കൂട്ടി നന്ദൂട്ടി അവിടെ തുടങ്ങി. നന്ദൂട്ടി അപ്പവും താറാവും ഒന്നും എടുത്തില്ല, ചോറാണ് ആദ്യം കഴിച്ചത്. അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ. ഇത് നന്ദൂട്ടിയുടെ ചിറ്റയാണ്. ചിറ്റയ്ക്ക് നോയമ്പുള്ളതുകൊണ്ട് അവൾ താറാവൊന്നും കൂട്ടിയില്ല. പുള്ളിക്കാരത്തി ചോറും അവിയലൊക്കെ തന്നെ കൂട്ടിയാണ് ചോറ് കഴിച്ചത്. നന്ദൂട്ടിയുടെ അമ്മമ്മ അവിടെ ഇരുന്ന് കഴിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നന്ദൂട്ടിയുടെ വല്യമ്മച്ചിയുടെ വക കണ്ണട വെച്ചിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ഡാൻസ്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ണട ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷത്തോടെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ ബർത്ത്ഡേ ഇതുപോലെ എല്ലാവരും ആഘോഷിക്കണം കേട്ടോ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം.